We have the LDF candidate from Thrissur constituency, V.S. Sunilkumar. Sir, ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. സർ, എങ്ങനെയാണ് ഇലക്ഷൻ എന്ന്? മത്സരം ത്രികോണാണെങ്കിലും ചതുഷ്കോണാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2019 സാഹചര്യത്തിലല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ 2021 ഇലക്ഷനിൽ ഞങ്ങൾ 7 കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി സെഗ്മെന്റ്സും ജയിച്ചിരിക്കുന്നത് LDF ആണ്. നല്ല മാർജിനിലുള്ള ജയമാണ്. അതുപോലെ 98% ഓഫ് പഞ്ചായത്സും പിന്നെ ഗ്രാമപഞ്ചായത്സും LDF ഭരണം നടത്തുന്ന പഞ്ചായത്തുകളാണ്. ഓൾ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇപ്പോൾ LDFന്റെ ഭരണത്തിലാണ്. മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് ഒഴികെ എല്ലാ മുനിസിപ്പാലിറ്റി LDF ആണ്. കോർപ്പറേഷൻ LDF ആണ്. ജില്ലാ പഞ്ചായത്ത് ഒരു സിംഹഭാഗം സീറ്റുകളും ഇവിടെ ഭൂരിപക്ഷത്തിൽ LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയമായി 2021 ഉണ്ടായിട്ടുള്ള വൻ മുന്നേറ്റം അത് പ്രകാരം തന്നെ അസംബ്ലി സെഗ്മെന്റ്സിന്റെ ഭൂരിപക്ഷ പ്രകാരം തന്നെ ഞങ്ങൾക്കൊരു 1,40,000 വോട്ടിന്റെ ലീഡ് ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലുണ്ട്. അപ്പം അത് പക്ഷേ അസംബ്ലി സെഗ്മെന്റ്സ് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ അതിനകത്ത് പ്രതിഫലിച്ചാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ UDFന് 2019 ഉണ്ടായിട്ടുള്ളൊരു എഡ്ജ് ഇത്തവണ ഉണ്ടാവുമെന്ന് ഒരിക്കലും തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. BJP ഇവിടെ ഒരു 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ ഇവിടെ 3ാം സ്ഥാനം തന്നെയായിരിക്കും BJP വരുന്നത്. LDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഫുൾ കോൺഫിഡന്റ് ആണ്. ഞങ്ങൾ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ UDF കാൻഡിഡേറ്റ് K. മുരളീധരനാണ് ഇത്തവണ. ഇപ്പം TN പ്രതാപനാണ് ഇപ്പോഴത്തെ ഇൻക്യുമെന്റ് MP. അപ്പൊ ഇൻക്യുമെന്റ് MPക്കെതിരെ സാധാരണ ഇതിലുണ്ട് അതൊരു ആന്റി ഇൻകംബൻസി എന്നൊരു ഫാക്ടർ ഉണ്ട്. പക്ഷെ K. മുരളീധരൻ വരുമ്പോൾ അതൊന്ന് ഒഴിയാണ്. സുരേഷ് ഗോപി കുറെ വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാറിന് ഒരു ചാലഞ്ചായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാനിവിടെ 2006 മുതൽ തൃശ്ശൂർ മണ്ഡലത്തിലെ MLA ആണ്. 3 ടൈം ഞാൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണത്. അത് 2 മണ്ഡലങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയവും പിന്നെ യുവജന രാഷ്ട്രീയവും പാർട്ടി പ്രവർത്തനങ്ങളും എന്റെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉള്ളൊരു മണ്ഡലമാണിത്. പിന്നെ എനിക്കതിനെപ്പറ്റി എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ കാൻഡിഡേറ്റ് UDF കാൻഡിഡേറ്റ് ആരാണെങ്കിലും കഴിഞ്ഞ UDFന്റെ കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് ഈ UDF കാൻഡിഡേറ്റിനെ അത് ബാധിക്കുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ അത് കാൻഡിഡേറ്റ് മാറിയത് കൊണ്ട് നമുക്ക് ഒരിക്കലും അതിന്റെ ഒരു എന്താണ് പറയുക ജനങ്ങൾക്കുള്ള എതിർപ്പ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ജയിക്കാനുള്ളത്. നിങ്ങൾ ജനങ്ങളുമായി സംസാരിച്ചോളൂ. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ജനങ്ങളുമായി സംസാരിച്ച് നോക്കൂ. അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. സർ, സുനിൽകുമാറിനെ തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയും, ജനകീയനാണ്. പക്ഷേ കരുവണ്ണൂർ എന്ന് പറയുന്ന സ്കാം ഒരു വളരെ വലിയ വോട്ടേഴ്സിനായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസും BJP അങ്ങനെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ എതിരായി വരുമെന്ന് തോന്നുന്നു. ഇതൊരു പാർലമെന്റ് ഇലക്ഷനല്ലേ. പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ രാജ്യത്തിന്റെ മതേതരത്വം ജനാധിപത്യം BJP നടത്തിയിട്ടുള്ള അതിനേക്കാൾ വലിയ അഴിമതി ഉണ്ടല്ലോ. BJP ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 10,000 കോടി രൂപയുടെ അഴിമതി നടത്തിയ BJPക്കാര് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ കരുവന്നൂരിലെ ഇലക്ഷൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ഇതൊരു എന്താണ് പറയാ സഹകരണ ബാങ്ക് ഇലക്ഷൻ അല്ലല്ലോ. ഇത് നമ്മുടെ ജില്ലാ തലത്തിലുള്ള ഇലക്ഷൻ ഒന്നും അല്ല. അത് സ്വാഭാവികമായിട്ട് അത് ചർച്ച ചെയ്യും. ഞങ്ങളതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മറച്ചു വയ്ക്കാനൊന്നുമില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് എല്ലാ സ്ഥലത്തും അത് ഏതെങ്കിലും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പൊളിറ്റിക്കലി കോർണർ ചെയ്യാൻ നോക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. EDയുടെ ഇടപെടലൊക്കെ തന്നെ കുറച്ച് എക്സസ് ആണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സ്കാം നടത്തിയിട്ടില്ല. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി നിരവധി കമ്പനികളിൽ നിന്നും 10,000 കോടി രൂപ, അതൊരു എമൗണ്ട് ടു കറപ്ഷനാണ്. അത് നടത്തിയിട്ടുള്ള നരേന്ദ്രമോദിക്കും BJPക്കും ഇവിടുത്തെ ഈ സ്കാമിനെ പറ്റി പറയാൻ എന്ത് ന്യായമാണ് അവർക്കുള്ളത്?
കോൺഗ്രസ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ നയത്തെ പറ്റിയാണോ? അതല്ല ഇവിടുത്തെ ഈ ഏതെങ്കിലും ലോക്കലായിട്ടുള്ള ഒരു ബാങ്കിൽ നടന്നിട്ടുള്ള സ്കാം സംബന്ധിച്ചിട്ടുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടാണോ ഒരു പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ ജനങ്ങൾ അത്രമാത്രം പിന്നെ രാഷ്ട്രീയമില്ലാത്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കരുവന്നൂർ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും മറച്ചുവെക്കൽ ഒരു കുറ്റവാളികൾ ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആര് വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, എന്ത് നടപടി വേണം സ്വീകരിക്കാം. പക്ഷെ അവർ പൊളിറ്റിക്കലി അതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ അവരുടെ അഴിമതികൾ മറച്ചു വെച്ചുകൊണ്ട് ഇതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് ഞങ്ങൾ കിട്ടും എന്നൊരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് അവർ ഏറ്റെടുക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്റെ വിചാരം. ചോദ്യം കൂടി, ഈ ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻസ് ഉള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം മണിപ്പൂർ എന്നൊരു വിഷയമേ ആകില്ലെന്നാണ് സുരേഷ് ഗോപിയോട് ഞങ്ങൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായിരുന്നു ബിജെപിയുടെ ഭാഗത്തുനിന്ന്. ഏതെങ്കിലും രീതിയിൽ അത് അവർക്കൊരു ഗുണമായിട്ട് വരും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ മണിപ്പൂർ വിഷയം ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. മണിപ്പൂർ വിഷയം ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ്. ഞങ്ങളിവിടെ കാണുന്നത് അത് ക്രിസ്ത്യൻസ്, സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് അതിൽ വലിയ മുറിവേറ്റിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഞാനതിനെ കാണുന്നത് മണിപ്പൂർ ഇഷ്യൂ ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് വിഷയം മുസ്ലിംസിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മളെപ്പോഴും ഇതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടൊരു പൊതുപ്രശ്നത്തെ ഏതെങ്കിലും വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാക്കിയിട്ട് കാണുക എന്ന് പറയുന്ന ഒരു സമീപനം LDF എടുത്തിട്ടില്ല. പക്ഷേ BJP ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ എടുക്കാൻ നോക്കുന്നു. പിന്നെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ കരുവന്നൂർ പോലുള്ള വിഷയങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി 3ാമത്തെ തവണ സന്ദർശിക്കാൻ പോവാണ് തൃശ്ശൂർ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മണിപ്പൂരിൽ സന്ദർശിക്കാത്തത് എന്നുള്ള ചോദ്യം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ ഉയർന്നു വരില്ലേ? ഞങ്ങൾ പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് വരാത്ത നരേന്ദ്രമോദി ഇപ്പം 3 തവണ വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരളീയർ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ വരുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയമായ ബുദ്ധി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. നമ്മളാരെയും കമ്പാർട്ട്മെന്റലൈസ് ചെയ്തുകൊണ്ടും കാറ്റഗറൈസ് ചെയ്തുകൊണ്ടും ഹിന്ദുക്കളിവിടെ, ക്രിസ്ത്യാനികളിവിടെ, മുസ്ലിങ്ങളിവിടെ എന്ന വേർതിരിവൊന്നും വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഞങ്ങളെല്ലാം മനുഷ്യരായി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് മണിപ്പൂർ പ്രശ്നത്തെ ഒരു ക്രൈസ്തവ പ്രശ്നമായി ചുരുക്കി കാണാൻ അല്ല ഞങ്ങളുടെ ക്യാമ്പയിനിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. All the best, sir. Thank you so much.